നാൻറ്റാരിയോ എന്ന് പറഞ്ഞ സ്ഥലമായത് കേട്ടോ. നാൻറ്റാരിയോ. ഇവിടെ ഇതുണ്ടോ ഈ സ്ഥലം മൗണ്ടൻ ബൈക്കിൻ്റെ സ്ഥലമാണ്. ആൾക്കാർ മൗണ്ടൻ ബൈക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് വീണ് തലകുത്തി കിടന്ന് വീണ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ഉണ്ടോ പൊങ്ങിയും താഴെയും നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ ആൾക്കാർ അതിനു വേണ്ടി മാത്രം മൗണ്ടൻ ബൈക്കിന് വേണ്ടി മാത്രം അവിടെ വരും. ഇപ്പം അതിൻ്റെ സീസൺ തുടങ്ങിയില്ല, അതുകൊണ്ടാണ്. അവിടെയാണ് റെഡ് കൈറ്റിനെ ഫീഡ് ചെയ്യുന്നൊരു സ്ഥലം തന്നെ അവിടെ ഉണ്ട്. ഒരു 3 o'clock നോർമലി റെഡ് കൈറ്റിനെ ഫീഡ് ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് നമുക്ക് ഫീഡ് ചെയ്യാം. അവിടെ നിന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാം. അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നണ്ടാറ് നല്ല രസമുണ്ടല്ലേ. നമ്മൾ അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോവാണ്. അവിടെ ഒരു ബിഗ് ചെയറുണ്ട്, അത് കാണാൻ വേണ്ടി നമ്മൾ പോവാം. ഹലോ ഗൈസ്, ഹായ്. അത് എൻ്റെ ഏക ഹസ്ബൻഡ്. വെയിൽസ് പാർട്ട് ഓഫ് വെയിൽസ്. ഇവിടെ ഒരു നല്ലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇത് അത് എന്നിട്ട് അത് അവർ അടച്ചു. ആക്ച്വലി പറയുവാണെങ്കിൽ കണ്ടോ, ഇത് നല്ല ഒരു നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഷോപ്പായിരുന്നു. പക്ഷെ അത് അവർ അടച്ചു. അപ്പോൾ അതവിടെ ഇല്ല. ഇതിൻ്റെ അങ്ങോട്ടേക്ക് നല്ല വോക്കുണ്ട് കേട്ടോ. നല്ല രസമാണ് അങ്ങോട്ടേക്ക് വോക്കിങ് കാണാൻ വേണ്ടി. വോക്കിങ് കാണാൻ വേണ്ടിയല്ല, വോക്കിങ്ങിന് പോകാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രകൃതി രമണീയമായ നമ്മുടെ വെയിൽസിലെ ഒരു ഫോട്ടോ. അവിടെ വന്ന് റെഡ് കൈറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി. റെഡ് കൈറ്റിനെ ഫീഡ് ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ. പക്ഷെ ഒന്നുമില്ല. നമുക്ക് ഇവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് അതിനെ കൊണ്ട് നമുക്ക് ഫീഡ് ചെയ്യാം. 3 o'clock. അതെങ്ങനെയാണ് അത് നിങ്ങൾക്ക് അറിയുന്നത്? ഈ എക്സാക്ട്ലി 3 o'clock നമ്മൾ ഫീഡ് ചെയ്യുന്ന ടൈം അതെനിക്കറിയില്ല ആക്ച്വലി. സ്റ്റൊമക്കിന് ആ സമയമാകുമ്പോൾ വിശപ്പ് ഉണ്ടാകും, കറക്റ്റ് സമയമാകുമ്പോൾ എന്നാണ് അച്ചാച്ചൻ്റെ നിഗമനം. പക്ഷേ ശരിയല്ല കേട്ടോ. റെഡ് കൈറ്റിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. Red kite. That is a real one. I don't know what time they feed the kite. ഡിസ്കവറി ആൻഡ് ആക്സസിബിൾ ട്രെയിൽസ്. ഇത് ഇവിടെ നമുക്ക് വാക്കിങ്ങിൻ്റെ ഇതുണ്ട്. വാക്കിംഗ് ട്രെയിൽസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഹാർഡ് വോക്കുണ്ട്, സ്മോൾ വോക്കുണ്ട്. ഈ റെഡ് കാണിച്ചേക്കുന്ന ഇത് കണ്ടോ, ഇതൊക്കെ ഹാർഡ് വോക്കാണ്. അപ്പോൾ എന്നെ പോലത്തെ ഉള്ള ആൾക്കാരൊക്കെ പോകുന്നത് ഗ്രീൻ വൺ, അത്ര ഹാർഡല്ല. ഏത് യു ആർ ഹിയർ, ഇതാണ് എന്നെ പോലെ. അത് നമ്മളിപ്പോൾ ഇവിടെ അല്ലേ ചോദിച്ചാ എന്നെ കളിയാക്കും കേട്ടോ. ഞാൻ എന്നെക്കാട്ട് നല്ലതായിട്ട് വോക്ക് ചെയ്യും. എനിക്ക് ചെയ്തുണ്ടോ ഇത്രയും വോക്ക് ചെയ്യാൻ എനിക്കറിയാം. ഇങ്ങനെ വോക്ക് ചെയ്ത് നല്ല രസമാണ്. മുറുക്കനും മൊയിലും എലിയും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് കണ്ടോ, ഇതിങ്ങനെ കുറേ നടക്കാം. നല്ല രസമാണ്. ഇങ്ങനെ അങ്ങനെ അങ്ങ് പോവുക. സൈക്കിളിലായിരുന്നു കൂടുതലും ആൾക്കാർ ഇവിടെ വരുന്നത്. നടക്കാൻ വേണ്ടി വരുന്നത് വളരെ കുറവാണ്. അപ്പം നമ്മൾ നടന്ന് പോവുകയാണ് ഇങ്ങനെ. എന്താ റെഡ് കൈറ്റ് പോകുന്നുണ്ടോ? കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഞാൻ സൂം ചെയ്യാൻ നോക്കട്ടെ. കണ്ടോ? ആണ്
റെഡ് കൈറ്റിനെ ഫീഡ് ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെയാണ് കേട്ടോ. അതിന് ഓരോരോ സ്പോട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മളിങ്ങനെ എറിഞ്ഞു കൊടുക്കും, ഫുഡിട്ട് കൊടുക്കും. അതിൻ്റെ ഒരു ഇതിട്ട് എന്നാണ് റെഡ് കൈറ്റ് ഫീഡിങ്. ഉണ്ടോ, ഞാൻ പറഞ്ഞ സത്യമായിരുന്നു. റെഡ് കൈറ്റ് ഫീഡിങ്. വാട്ട് ടൈം ഡസ് എ റെഡ് കൈറ്റ് ഫീഡിങ് സ്റ്റാർട്ട്? എപ്പോഴാണ് അതിൻ്റെ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 3 PM 3 മണിക്ക് സമ്മറിലും 2 PM ഇൻ വിൻ്ററിൽ. നമ്മളിപ്പോൾ കുറച്ച് താമസിച്ചു. ഹൗ മെനി കൈറ്റ്സ് വിൽ ഐ സീ? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെദർ ആണ്. യു മേ സീ ആസ് മെനി ആസ് 250. ഗുഡ് ഡേയിൽ അപ് ടു 250 ഇതിനെ റെഡ് കൈറ്റിനെ നമുക്ക് കാണാം. കണ്ടോ? വാ, ഇത് വരുമ്പോൾ എല്ലാവരുടെ കൂട്ടമായിട്ട് വരും. അതോ വരുന്നോ ഉണ്ടോ? അത് ചിലപ്പോൾ ഫുഡുണ്ടോ എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഫുഡിനെ തപ്പി അതോ ഉണ്ടോ? അതെ കണ്ട, അത് ഒത്തിരി താന്നാ വരുന്നേ. താറാവിനെ വേണ്ട, അടുത്ത ആരെ പറഞ്ഞു നിൽപ്പോണ്ട്. കണ്ട, ഇത് രസമാണെന്ന് നോക്കി. പീസ്ഫുൾ, വെരി പീസ്ഫുൾ. അതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു പട്ടി ഓടി വന്നതാ, നോക്കി നിൽക്കുക. അതിൻ്റെ ഓണർ യേസ് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിൻ്റെ അടുത്ത ആൾ വരുന്നു, നോക്കി നിൽക്കുക. വെള്ളത്തിൽ ചാടാൻ വേണ്ടിയാ, ബോളിന് വേണ്ടി നോക്കിയിരിക്കുക. രണ്ടും കൂടെ ഉണ്ടോ? ബോൾ കിട്ടിക്കഴിയുമ്പോൾ രണ്ടും വെള്ളത്തിൽ ചാടും. സിമ്മ ചെയ്യുന്നുണ്ടോ? മുമ്പടാ അവൻ ആദ്യം മുന്നിൽ പോയി. വെരി ഗുഡ്, വെരി നൈസ്, പീസ്ഫുൾ പ്ലേസ്. ഇതാണ് പ്രകൃതിയുടെ ഭംഗി എന്നൊക്കെ പറയുന്നത്. ഇതുവഴി നടക്കാൻ പോകുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു. വെൽഷ് നെയിമാണ്, ഖഡ്ഫാൻ ക്ലെവർനോഗ് ഹൈഡ്. എൽ വരുമ്പോൾ എന്നാണ് വന്നത്. ക്ലെവർനോഗ് ഹൈഡ്. ഇതാണ് ഇവിടുത്തെ വെൽഷ് നെയിം. നമുക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വെച്ച് അങ്ങനെ കേൾക്കുമ്പോൾ അവിടെ സൗണ്ട് വരുമോ ചേച്ചാ? വരുന്നുണ്ടോ? Lead mining is a vital part of the story of this place. It was once a crucial industry in these hills, providing much needed jobs for local people. I remember those men who mined and marveled at riches woven through stone. നമ്മൾ അവിടുന്ന് നടന്നു വന്നത്. അവിടുന്ന് ഇതുവഴി കുറേ അങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരു വലിയൊരു മരം മൂടോടെ പിഴുത് കിടക്കുന്നുണ്ടോ? അതേ കണ്ടോ, അതിൻ്റെ മൂടോടെ അത് പോയി. കോട വന്ന് നിൽക്കുന്ന പോലെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു ക്ലൗഡി ആയിട്ട് നമ്മൾ നടക്കാൻ വന്ന അതിൻ്റെ മറ്റേ സൈഡിൽ ഇതുവഴിയാണ് പോകണ്ടേ. ഒരു നല്ലൊരു പോക്കാണ്, ഭയങ്കര കാറ്റാണ്, ശബ്ദം. അവിടെ നമ്മൾ നടന്നിപ്പം ഇങ്ങോട്ട് വന്നത്. അതുവഴി കയറി മടുത്തോ ചേച്ചാ? ചേച്ചാ മടുത്ത്, ചേച്ചി സ്റ്റാമിന എല്ലാം കഴിഞ്ഞ് നടന്ന് ഇങ്ങനെ വന്നു. ഈ പിക്ചർ കാണാൻ വേണ്ടി നമുക്ക് പിന്നെയും പോകണം ദൂരം. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പിക്ചർ എത്തിയിട്ടില്ല. അയ്യോ, ഇതൊരു ഭയങ്കര ഒന്നൊന്നര പോക്കാണ്. ഇത്രയും നടന്ന് മല കയറിയപ്പോഴത്തേക്കും അണച്ച്. കണ്ട് നമ്മൾ നടന്നതുകൊണ്ട് തോന്നിയില്ല ആയാസം.
അല്ലേ? ഇത് നല്ല ചെയറ്. വാ, ആ ചെയർ ഓവർലുക്ക് ചെയ്യുന്നത് സ്ഥലം കണ്ടോ? മൗണ്ടൻസ്. ഒരു ഒന്നൊന്നര സ്ഥലമാണ്. ജൈൻ്റ് ചെയർന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പം ഞാൻ ഇരുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നടന്ന് ഇതാണ് നമ്മൾ പറഞ്ഞ ആ ബിഗ് ചെയർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്കകത്ത് കയറണമെങ്കിൽ 1, 2, 3 പടി ചവിട്ടിയിട്ട് വേണം അതിൻ്റെ മണ്ടയിൽ കയറാൻ വേണ്ടി. വളരെ ബന്ധപ്പെട്ട് ഞങ്ങൾ അതിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കുവാണ്. ഞങ്ങൾ 2 പേരും ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരുമ്പോൾ പ്ലെൻറ്റി ഓഫ് സ്പേസ്. അതിനകത്ത് കുക്കുവിനാണെങ്കിൽ സുഖമായിട്ട് അവിടെ കിടക്കായിരുന്നു. അത്രയ്ക്കും വലുത്, അവൾക്ക് കിടക്കാൻ മാത്രം വലിപ്പമുള്ള. അതിൻ്റെ പുറകോട്ട് വലിയ എന്നാ പറയുന്നത്, എനിക്കൊന്നൊരു 5-8 ആൾക്കാർക്കകത്ത് ഇരിക്കാൻ തോന്നും കേട്ടോ, ബാക്കിലും ഫ്രണ്ടിലുമായിട്ട്. അത്രയ്ക്കും ജയൻ്റ് ഒരു ചെയറാണ് അത്. പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത്, ഓവർലുക്ക് ചെയ്യുന്നത് ഒരു അമേസിങ് ബ്യൂട്ടിഫുൾ സ്ഥലത്തോട്ടാണ്. ഭയങ്കരമായിട്ട് നല്ലൊരു വ്യൂ ഉള്ള ഹില്ല്. നമ്മളവിടെ ഇരുന്നാൽ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. നമ്മുടെ മനസ്സെല്ലാം ക്ലിയറായിട്ട് നമുക്ക് ഒരു വറീസും ഇല്ലാതെ അവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരു വെയിലുള്ള ദിവസമേ നമുക്ക് അവിടെ ചെന്നാൽ ഇത്രയും ഭംഗി തോന്നത്തുള്ളൂ. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ 2 പേരും അതിൻ്റെ മണ്ടയിൽ അങ്ങനെ ഇരിക്കുവാണ്. ഞങ്ങളകത്ത് ഇരുന്നിട്ട് ഒരു ഇച്ചിരിക്കേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും അകത്തേ കയറി ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ ബന്ധപ്പെട്ട് അതിൻ്റെ മണ്ടയിൽ നിന്ന് താഴോട്ട് പിന്നെ ഇറങ്ങുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ട്. വണ്ടർഫുൾ. ഇതെന്നാ ചെവിയിലൊക്കെ ഇരിക്കണേ? നാട്ടിൽ ഇപ്പം ചെത്തപ്പിയൊക്കെ എങ്ങനെ വെക്കുന്നവർക്ക് വേറെ ഇതൊക്കെ ഞങ്ങൾ പറയും. ചെമ്പരത്തി പൂവൊക്കെ അതിന് ഭയങ്കര സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാരാണ്. ഓ ഐ സി. ഇങ്ങോട്ട് കണ്ടോ, ഇതാണ് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ട്രീ. ഞാൻ നല്ലോണം കാണുവാണെങ്കിൽ ഞാൻ കാണിക്കാം. നമ്മളിവിടെ ക്രിസ്മസിന് ഈ ട്രീ ആക്ച്വലി വെട്ടി ക്രിസ്മസ് ട്രീ ആയിട്ട് വെക്കുന്നത്. ആൾക്കാർ രാത്രി ഇവിടെ വന്നിട്ട് ഈ ട്രീ മുറിക്കാൻ വേണ്ടി മാത്രം വരും. ചില ആൾക്കാരൊക്കെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ രാത്രി ഈ സ്ഥലമല്ല, വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഈ ട്രീ, ഇത് കണ്ടോ ഈ ട്രീ, ഇതാണ് ആക്ച്വൽ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ട്രീ. ഇവിടെ ഒരു കുഞ്ഞു ട്രീ ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള മനസ്സിലാവും. കണ്ടാൽ തോന്നുന്നില്ലേ ക്രിസ്മസ് ട്രീ പോലെ? കണ്ടോ? അങ്ങനെ നമ്മൾ ദ ജയൻ്റ് ചെയറൊക്കെ കണ്ടിട്ട് തിരിച്ച് വരുവാ. ഇത് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ, ക്രിസ്മസിന് വെക്കുന്ന ട്രീ ആണ്. അങ്ങനെ താഴോട്ട് ഇറങ്ങി വരാൻ നല്ല സുഖമായിരുന്നു. മേലോട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കയറ്റമായതുകൊണ്ട് എല്ലാവരും നിന്ന് കഷ്ടപ്പെട്ടൊക്കെയാണ് കയറിയത്. താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഒറ്റ ഓട്ടത്തിന് വരാൻ പറ്റി. പക്ഷെ ഞാൻ ഓടി നോക്കിയപ്പോൾ എനിക്കത്ര ബ്രേക്ക് കിട്ടിയില്ല, ബാലൻസ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പയ്യെ പിന്നെ നടക്കാൻ തുടങ്ങി. അപ്പം അവർ പക്ഷേ മുന്നിൽ അച്ചാച്ചനും കൂക്കും താഴെ എത്തി. ഞാൻ പയ്യല്ലെല്ലാം പടിയൊക്കെ വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ആ യാത്ര അവിടെ അവസാനിച്ചു. എല്ലാവർക്കും വീഡിയോയും ബിഗ് ചെയറും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നന്ദി, നമുക്ക് വീണ്ടും കാണാം.